الله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിൻ്റെ 4 നോമ്പുകൾ അൽഹംദുലില്ലാ പൂർത്തിയായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകളെല്ലാം റബ്ബ് മാപ്പാക്കി തരട്ടെ. ശേഷിക്കുന്ന പുണ്യദിനരാത്രങ്ങൾ വളരെ തഖ്വയോടെ സൂക്ഷ്മതയോടെ പരിശുദ്ധ റമദാനിനോടുള്ള കടമകൾ നിറവേറ്റുന്ന മുഅ്മിനീങ്ങളാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ മഹല്ലിൽ നോമ്പുതുറ നൽകിയ സഹോദരൻ, കുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവർ നൽകിയ സ്വതക്കകളും ഹദിയകളും നോമ്പുതുറകളും എല്ലാം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ പ്രിയപ്പെട്ട രക്തബന്ധുക്കളിൽ മരണപ്പെട്ടു പോയവരെല്ലാം അള്ളാഹു അവരുടെ ഖബറിടങ്ങളെല്ലാം സ്വർഗീയ പൂങ്കാവനമാക്കി പരിലസിപ്പിക്കുമാറാകട്ടെ. ആ ഖബറിൽ സ്വർഗത്തിൻ്റെ പരിമളം കിട്ടുന്ന ഖബറാക്കി സ്വീകരിക്കുമാറാകട്ടെ. ആ ഖബറിൽ സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ അള്ളാഹു കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. നോമ്പു തുറക്കാരൻ അവനൊരു സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ർ, നോമ്പു തുറക്കുന്ന സമയത്തൊരു സന്തോഷം നോമ്പുകാരൻ്റെ. ആ സന്തോഷത്തിന് കാരണമായ നോമ്പുതുറ നൽകിയവർ, നോമ്പിൻ്റെ തുടക്കം മുതൽ ഇതുവരെ, വിശേഷിച്ച ഇന്നത്തെ ദിവസം നൽകിയ നോമ്പുതുറ, ആ നോമ്പു തുറക്കുമ്പോൾ നോമ്പുകാരൻ്റെ സന്തോഷം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷമാക്കി കൊടുക്കട്ടെ പടച്ചവൻ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകട്ടെ. അള്ളാഹു അവരുടെ കടങ്ങളിൽ നിന്നെല്ലാം സലാമത്ത് നൽകട്ടെ. ഹൈറായ ഭവനം, ഹൈറായ വാഹനം, മുഅ്മിനാവശ്യമായതൊക്കെ അള്ളാഹു അവർക്ക് നൽകട്ടെ. ആ നോമ്പുകാരൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വലിയ ദുആ, ആ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവരുടെ ഖബറിടങ്ങൾ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ശർറ്, ബലാ, മുസീബത്ത് എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും ആ കുടുംബത്തിന് അള്ളാഹു സംരക്ഷണം പ്രദാനം ചെയ്യുമാറാകട്ടെ. തറാവീഹിന് ശേഷമുള്ള വജീനം നൽകിയവരെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ വളരെ സൂക്ഷ്മതയോടെ ഇബാദത്തുകൾ ആരും കൊണ്ടുപോകാതെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു നോമ്പാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ്. ആദരവായ പ്രവാചകൻ ഞങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മാത്രം പറഞ്ഞു നിർത്താം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. ഒരാൾ രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയാണ്. അവൻ്റെ ഭാര്യ തൊട്ട് മുന്നിലുണ്ട്. കൊതിയോടെ വികാരത്തോടെ അവളിലേക്ക് നോക്കിയില്ല. ആരോടും ഒരു ലൈംഗിക ചവയോടെ, വികാര ചവയോടെ എന്ന് പറഞ്ഞാൽ ഒരു വൈകൃതം, ഒരു മോശത്തരം, ഒരു തിന്മ അവനിൽ ഉണ്ടാകുന്ന സംസാരമോ ചിന്തയോ പ്രവർത്തനമോ ഒന്നും അവനിലുണ്ടായില്ല. വളരെ സൂക്ഷിച്ചു എന്നർത്ഥം. എല്ലാം മുന്നിലുണ്ട്. അവൻ മുറുക്കുന്നവനാണെങ്കിൽ നല്ല പാക്കും വെറ്റിലയും മുറുക്കാനും ഒക്കെ അവൻ്റെ മുന്നിലുണ്ട്. ഇനി പുകവലിക്കുന്നവനാണെങ്കിൽ എല്ലാം അവൻ്റെ മുന്നിലുണ്ട്. കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ട്, എടുക്കാൻ പറ്റും അല്ലേ. ഇനി എന്നെപ്പോലെ നമ്മളെപ്പോലെയൊക്കെ ചായക്കൊതിയാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും. ഇനി ബിരിയാണി കൊതിയോ കുഴിമന്തി കൊതിയോ എല്ലാം മുന്നിലുണ്ട്. ആഗ്രഹിക്കുന്നത് മുഴുവനും മുന്നിലുണ്ടായിട്ട് ഒക്കെ ഒഴിവാക്കി റമദാനിനെ സൂക്ഷിക്കുന്ന ഒരു മുഅ്മിൻ പേടിയോടെ തഖ്വയോടെ അതെല്ലാം ഒഴിവാക്കി പ്രഭാത പ്രദോഷത്തിൻ്റെ ഇടയിൽ വിശപ്പൊക്കെ സഹിച്ച് പിടിച്ചു നിന്നവനെക്കുറിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുകയാണ്, നീ ഒത്തിരി പ്രയാസപ്പെട്ടല്ലോ. നിൻ്റെ ഈ വിശപ്പും ദാഹം സഹിക്കലും, നിൻ്റെ തൊണ്ട വരണ്ടുണങ്ങിയിട്ട് പോലും നീ വെള്ളം കുടിച്ചില്ലല്ലോ. ഇതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുവിന് നിൻ്റെ ഈ വിശപ്പും ദാഹവുമല്ല വേണ്ടത്. നീ വിശപ്പുള്ളപ്പോഴും ദാഹമുള്ളപ്പോഴും കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ ശരീരത്തിൽ വല്ലാത്തൊരു എനർജി ഉണ്ടായിട്ട്, ഒരു കരുത്ത് കിട്ടിയിട്ട് നീ തിന്മകളൊന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഇല്ലാത്ത ഈ ശരീരം കൊഴുപ്പുള്ള ഭക്ഷണം പോകുന്നില്ല, നല്ല രുചികരമായ ബിരിയാണി ഒന്നും ഈ പകല് കഴിക്കുന്നില്ല. എല്ലാത്തിൽ നിന്നും നീ മാറി നിന്നപ്പോൾ നിൻ്റെ ശരീരം തിന്മകളിൽ നിന്ന് മാറി നിന്നോ? അതാണ് ചോദ്യം. നിൻ്റെ നാവ് ഹറാമ് പറയാനും ആരെയെങ്കിലും പറഞ്ഞ് പരിഹസിക്കാനും ഉപദ്രവിക്കാനും ശത്മ ചെയ്യാനും ചീത്ത വിളിക്കാനും നിൻ്റെ നാവ് പോകാതെ നീ സൂക്ഷിച്ചോ? അതാണ് പ്രധാനം. പരിശുദ്ധ റമദാനിനെ ആദരിച്ചുകൊണ്ട് ആരെയെങ്കിലും ഉപദ്രവിക്കാനോ
വേദനിപ്പിക്കാനോ തയ്യാറാകാതെ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും നീ പേടിയോടെ വിട്ടുനിന്നോ. അതാണ് പ്രധാനം. അള്ളാഹുവിനെ നിൻ്റെ വിശപ്പും ദാഹവും നിൻ്റെ പ്രയാസങ്ങളുമൊന്നും അള്ളാഹ്ക്ക് കാണണ്ട. അള്ളാഹു ആഗ്രഹിക്കുന്നത് എല്ലാ തിന്മകളിൽ നിന്ന് മാറി നിന്ന് മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി, അള്ളാഹു പാഴ്വർത്തമാനങ്ങളും പാഴ്പ്രവർത്തനങ്ങളും ഒഴിവാക്കിയവൻ്റെ നോമ്പ് അള്ളാഹുവിന് മതിയെന്ന്. അള്ളാഹു നമ്മുടെ നോമ്പ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പ് നന്നാക്കി തരട്ടെ. ഇതെല്ലാം ഒഴിവാക്കിയവൻ്റെ നോമ്പ് അള്ളാഹുവിന് മതി. അതാണ് റബ്ബ് ആഗ്രഹിക്കുന്നതെന്ന്. പ്രിയ മുഅ്മിനീങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വളരെ ചുരുങ്ങിയ നിലയ്ക്കുള്ള ഭക്ഷണം കഴിപ്പാണ്. നോമ്പ് കാലത്താണെങ്കിൽ പോലും നടുവൊന്ന് നിവർത്തി നിൽക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കണമെന്നാണ്. ഇല്ല, നീ ഇനി ഭക്ഷണം കഴിച്ചാലോ, കുറച്ചുകൂടെ കഴിക്കാനങ്ങ് പ്ലാനിട്ടാലോ, നീ കഴിക്കേണ്ട അളവ് എത്ര എന്നറിയാമോ? നീ വയറ്റിൻ്റെ ഒരു ഭാഗം ഭക്ഷണം കൊണ്ട് നിറയ്ക്ക്, ഒരു ഭാഗത്ത് വെള്ളം ആഡ് ചെയ്യ്, ഒരു ഭാഗം നീ ഒഴിച്ചിട്. എന്തിനാണ്? നിനക്കൊന്ന് ശ്വസിക്കാൻ. ഒട്ടുമിക്ക ഉദര രോഗങ്ങളുടെയും പ്രോബ്ലം നമ്മുടെ തീറ്റി, ഭക്ഷണക്രമം തെറ്റാണ്. അതൊന്ന് ലിമിറ്റ് ചെയ്യാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒരു നിരാഹാരം കൊണ്ടാണ്. എത്രയോ ഡോക്ടർമാർ പറയുന്ന ഒരു നിരാഹാരം മതി, നിൻ്റെ രോഗങ്ങൾക്ക് പരിഹാരമായി. ഒട്ടുമിക്ക രോഗത്തിനും കാരണം നിനക്കൊരു 4G 4 ഗോൾഡൻ റൂൾസ് പാലിക്കാമോ? വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാമോ? വയറ്റിൻ്റെ 1/3 ഭാഗം ഒന്ന് ഒഴിച്ചിടാമോ? ഒന്ന് ശ്വസിക്കാൻ വേണ്ടേ? എങ്കിൽ നിനക്ക് ഖൈർ. പരിശുദ്ധ റമദാനിലെ നോമ്പ് എല്ലാ പാഴ്വർത്തമാനവും മാറ്റി റബ്ബിന് ഇഷ്ടപ്പെട്ടൊരു നോമ്പാക്കി കൊടുത്താൽ ആ നോമ്പിലൂടെ കിട്ടുന്ന ഒരു നേട്ടമാണ് ആരോഗ്യം. ആ നോമ്പിലൂടെ കിട്ടുന്ന മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് തഖ്വ. നോമ്പിലൂടെ കിട്ടുന്ന നേട്ടമാണ് റിസ്ഖ്. വഹുവ ശഹ്റു സ്വല, കുടുംബബന്ധം ചേർക്കേണ്ട മാസമാണ് പരിശുദ്ധ റമദാൻ. റിസ്ഖ് കിട്ടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാനിന് ധാരാളം ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഗുണങ്ങളിൽ ഒന്ന്, നിനക്ക് ധാരാളം ആരോഗ്യം കിട്ടുന്ന ഒരു നോമ്പാണ് പുണ്യ റമദാനിലെ നോമ്പ്. അതുകൊണ്ട് ഭക്ഷണം ലിമിറ്റ് ചെയ്ത് കഴിക്കാൻ, നിനക്കാവശ്യമായത് മാത്രം കഴിക്കണം. നമ്മുടെ ഫലസ്തീനിലെ പൊന്നോമന മക്കളെ കണ്ടില്ലേ? പടച്ചവനെ, കിട്ടിയത് വളരെ ലൈറ്റായി ലഘുവായ ഭക്ഷണമാണ്. എന്തൊരാവേശത്തോടെയാണ് റബ്ബേ അവരത് വാങ്ങുന്നത്. അള്ളാഹുവേ, അവർക്ക് നീ സന്തോഷം നൽകണം റബ്ബേ. അതിൽ മരണപ്പെട്ടു പോയവർക്കൊക്കെ ഷഹീദിൻ്റെ കൂലി നൽകണേ റബ്ബേ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഭക്ഷണം കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ, ആ ഓക്സിജൻ്റെ ഒരു വലിയ ഭാഗം, ഒരു വലിയ ഫാക്ടറിയാണ് നമ്മുടെ ശരീരം. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഓവറായിപ്പോയാൽ നമുക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയറ് നിറച്ച് 12 എന്ന് വയറിരുന്നാൽ രോഗങ്ങൾക്ക് ധാരാളം സാധ്യതയുണ്ട്. അത് ഔഷധമല്ല. ദാഹിക്കുമ്പോൾ കൊടുക്കുന്ന വെള്ളം ഔഷധമാണ്. വിശക്കുമ്പോൾ ആവശ്യത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഔഷധമാണ്. അത് ഔഷധമല്ലാത്തതിലേക്ക് ആകുന്നത് എപ്പോഴാണെന്നറിയോ? ഓവറായിട്ട്, കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ കൊടുത്താൽ നിനക്കൊരു ശ്വാസം മുട്ട് അനുഭവപ്പെടും. എന്താ കാരണം? ഒരു വലിയ പ്രവർത്തനം ഇനി അവിടെ നടക്കാനുണ്ട്. നിൻ്റെ ശരീരത്ത് ഡൈജഷൻ നടക്കണം. ആ ഡൈജഷന് ഒരു എനർജി വേണം. ശരീരത്തിനൊരു എനർജി ഉണ്ട്. ശരീരത്തിൽ എനർജി മുഴുവനും എന്ന് പറഞ്ഞാൽ ധാരാളം, ഒരു വലിയൊരു പഠനമാണ്. ഫങ്ഷണൽ എനർജി ഉണ്ട്, ഡൈജഷൻ എനർജി ഉണ്ട്, മെയിൻ്റനൻസ് എനർജി ഉണ്ട്. ഈ എനർജി എല്ലാം ഡൈജഷന് വേണ്ടി അങ്ങ് മാറും കേട്ടോ. നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾ കൊടുത്ത ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ശരീരത്തിനാകുന്ന അത്ഭുത ഫാക്ടറി, ആ വലിയൊരു പേടകം, ആ ഒരു വലിയ ഫാക്ടറി, അതിൻ്റെ വർക്ക് ശക്തിപ്പെടും. അപ്പോൾ ശ്വാസം മുട്ട് അനുഭവപ്പെടും. ബ്ലഡിൽ അലിഞ്ഞ ഓക്സിജൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് ഈ ഡൈജഷന് വേണ്ടി, ദഹനത്തിന് വേണ്ടിയായിട്ട് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. നിനക്ക് അസ്വസ്ഥതകൾ വരും. കാരണം നിൻ്റെ ശരീരത്തിൽ മെയിൻ്റനൻസ് നടക്കണം. ഫങ്ഷണൽ എനർജി ഉണ്ട്. നീ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനും എനർജി വേണ്ടേ? ഇതെല്ലാം നടക്കണ്ടേ? ഇതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നീ കൂടുതലായി കഴിച്ച ഈ ഭക്ഷണം നിന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞത് വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണോ.
പരിശുദ്ധ റമദാനിലെ നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നൊരു ദാരിദ്ര്യത്തിൽ പട്ടിണിയിൽ കിടക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പിൻ്റെ വേദന കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് പരിശുദ്ധ റമദാനിൽ കിട്ടുന്നത് മറ്റൊരു നേട്ടമാണ് തഖ്വ. പരിശുദ്ധ റമദാൻ ധാരാളം നന്മകളുടെ കലവറയാണ്. ഇന്ന് തുടക്കം പറഞ്ഞ ഹദീസ്, ഈ നേട്ടങ്ങളൊക്കെ ഭൗതികമായിട്ട് നമുക്ക് കിട്ടുമ്പോഴും ഒരാത്മീയ നേട്ടമുണ്ട്, അത് തഖ്വയാണ്. അള്ളാഹു തരുമാറാകട്ടെ നമുക്ക് തഖ്വ. ഈ പുണ്യ റമദാൻ്റെ നോമ്പ് സബബാക്കി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം സൂക്ഷ്മത അള്ളാഹു നൽകട്ടെ. പരിശുദ്ധ റമദാൻ കൂടുതലായി ഖുർആനോദി ദിക്റിലും സ്വലാത്തിലും ഏറ്റവും നല്ല സ്വന്തം ഒന്നിനും പറ്റിയില്ലെങ്കിൽ ആരോ ഒന്നും പറയരുത്. ഖൗലസ്സൂർ, പാഴ്വർത്തമാനങ്ങളും പാഴ്പ്രവർത്തനങ്ങളും ഒന്നുമില്ലാതെ സൂക്ഷ്മതയോടെ റമദാനിനെ കൊണ്ടുപോകുക. പറ്റുമെങ്കിൽ കുറേ ദിക്റ് സ്വലാത്ത് അടുക്കളയിൽ നിൽക്കുമ്പോൾ സഹോദരിമാർക്കൊക്കെ ധാരാളം ചൊല്ലാം, ദിക്റ് ചൊല്ലാം, സ്വലാത്ത് എല്ലാം ധാരാളം ഇബാദത്ത് ചെയ്യാൻ പറ്റുമല്ലോ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നാവ് ദിക്റിലായിക്കൊണ്ടിരിക്കുക. യാത്രയിലൊക്കെ പോകുമ്പോൾ ചെറിയ ഇപ്പോൾ നമ്മുടെ വിരലിൽ ചുറ്റിക്കിടക്കുന്ന കുഞ്ഞ് തസ്ബീഹ് വരെ ഇപ്പോൾ കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ദിക്റ് ചൊല്ലാം, സ്വലാത്ത് എല്ലാം, അതൊരു എണ്ണം പിടിക്കാം. അതുള്ളതുകൊണ്ട് കൂടുതലായി ചെല്ലാനും തോന്നും. ദിക്റ് ചൊല്ലണം, ധാരാളം ദിക്റും സ്വലാത്തും പരിശുദ്ധ ഖുർആൻ പറ്റുന്ന അത്രയും ഓതണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കട്ടെ. നമ്മൾ ഇതുവരെ പിടിച്ച നോമ്പുകൾ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്ന് നോമ്പ് തുറ നൽകിയ പ്രിയപ്പെട്ട ആ സഹോദരൻ, പേര് പറയുന്നില്ല, സഹോദരനെ അറിയാം, നമ്മുടെ ലിസ്റ്റിലുണ്ട് ആ സഹോദരൻ, ആ കുടുംബത്തെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തറാവീഹിന് ശേഷമുള്ള ഭക്ഷണം നൽകിയവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബ്രാഞ്ചിലെ നൈനാങ്കോണത്ത് മുസല്ലയിൽ അവിടെ തറാവീഹിന് അൽഹംദുലില്ലാ 15ഓളം പേരുണ്ട്. അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടെയും നോമ്പ് തുറയും ഭക്ഷണമൊക്കെ നൽകുന്നവരേക്ക് അർഹമായ പ്രതിഫലം പടച്ചു നൽകട്ടെ. നമ്മുടെ തെക്കാവുമുക്കിലെ നവീകരിച്ച പള്ളി, അവിടെയും അൽഹംദുലില്ലാ നിറഞ്ഞ് ആളുകളുണ്ട്. അവിടുത്തെ നോമ്പ് തുറയും തറാവീഹിന് ശേഷമുള്ള എല്ലാ നന്മകളിലും അള്ളാഹു വലിയ പ്രതിഫലം അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.